നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച NCP നേതാവ് മുഹമ്മദ് കുട്ടി പൊന്നാനിയിൽ LDFനെതിരെ മത്സരിക്കും. NCPയും ഇടതുമുന്നണിയുമായുള്ള മുന്നണി ബന്ധത്തിൽ വിള്ളൽ വീണു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് NCP ദേശീയ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയുമായ NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. LDF സീറ്റ് നൽകാതെയും മുന്നണിക്കൊപ്പം ചേർക്കാതെയും വഞ്ചിച്ചു എന്ന് ആരോപിച്ചാണ് മുഹമ്മദ് കുട്ടി ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. പൊന്നാനി ലോക്സഭാ മണ്ഡലം അടക്കം കേരളത്തിൽ 10 സീറ്റുകളിൽ മത്സരിക്കുമെന്ന് മുഹമ്മദ് കുട്ടി പറഞ്ഞു. 15-ാം തീയതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി പ്രചരണവും പര്യടനവും ആരംഭിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇവിടെ ജനങ്ങളാകെ വലിയ പ്രശ്നങ്ങളിലാണ്. ഒന്ന്, കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല. ഇന്ന് 6-ാം തീയതി ഭാഗ്യമായിട്ട് എപ്പോഴും കൊടുത്തിട്ടുള്ളൂ. വലിയ പ്രശ്നങ്ങളിലാണ്. ആരെല്ലാം കുറ്റം പറഞ്ഞാലും കേരളത്തിന് മാറ്റം വേണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ മാറ്റം എന്ന് പറയുമ്പോൾ അതായത് അഴിമതി ഒഴിവാക്കിക്കൊണ്ട് സാമ്പത്തികമായ കേരളം ഒരു സാമ്പത്തിക ഭദ്രത നേടുന്നൊരു സ്റ്റേറ്റായിട്ട് മാറണമെന്ന് എല്ലാവർക്കും ഉണ്ട്. അതിന് ഇവിടെ ഭരിച്ച മുൻപുള്ള എല്ലാവരും അതിന് തീർച്ചയായും അതിൻ്റെ ഭാഗമാണ്. അവരിലുള്ള വിശ്വാസങ്ങൾ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഒരു വലിയ മുന്നേറ്റം ഈ മണ്ഡലത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. NCP പുലർന്ന ശേഷം താൻ ഉൾപ്പെടുന്ന വിഭാഗം ദേശീയ തലത്തിൽ NDA മുന്നണിക്കൊപ്പമാണ്. എന്നാൽ കേരളത്തിൽ LDFനൊപ്പം നിൽക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കേരളത്തിലെ LDF നേതൃത്വം തങ്ങളെ തഴഞ്ഞെന്ന് NA മുഹമ്മദ് കുട്ടി പറഞ്ഞു. കത്ത് നൽകിയിട്ടും പരിഗണിക്കാതെ ചർച്ചയ്ക്ക് പോലും വിളിക്കാതെ LDF വഞ്ചിക്കുമെന്ന് തീരെ പ്രതീക്ഷിച്ചില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ LDF അത്തരത്തിൽ നമ്മളോട് ഒരു ഇങ്ങനെ അതിൻ്റെ ഭാഗമാക്കില്ല എന്നുള്ള ചിന്ത എനിക്കുണ്ടാവില്ല. കാരണം വെച്ചാൽ 40 വർഷത്തിലധികമായിട്ട് കോൺഗ്രസ് എസ് മുതൽ NCP ആയിട്ട് 25 വർഷമായി. അതിനു മുമ്പും LDFൻ്റെ ഭാഗമാണ്. അപ്പോൾ LDF തുടങ്ങുന്ന സമയത്തുള്ളൊരു പാർട്ടിയാണത് NCP. അപ്പോൾ ആ NCPയിൽ നിന്ന് ഒഴിവാക്കുന്നുള്ള ധാരണ എനിക്കുണ്ടാകുന്നില്ല. നമ്മൾ ലെറ്റർ കൊടുത്തു, പക്ഷേ അതിനുള്ള റെസ്പോൺസ് ഇല്ല. മാത്രമല്ല നമ്മുടെ ആളുകൾ ആരും ഇത്തരത്തിൽ ആ മീറ്റിങ്ങുകൾക്ക് വിളിക്കുന്നില്ല. അങ്ങനെ വന്നപ്പോഴാണ് പാർട്ടിയിലെ അണികൾക്ക് എല്ലാവർക്കും ഇത്തരത്തിൽ വളരെ ഇത് മോശമായി ഇപ്പോൾ ഒരു വഞ്ചനയല്ല ചെയ്തിരിക്കുന്നത്. കാരണം അഴിമതിയുടെ കിടന്ന് കേസുള്ള മന്ത്രിയും അതുപോലെ തന്നെ സംസ്ഥാന പ്രസിഡന്റിനെയും LDFൻ്റെ ഭാഗമാക്കുക, ഞങ്ങളെപ്പോലുള്ള ആളുകളെ പുറത്ത് നിർത്തുക എന്ന് പറയുമ്പോൾ അതിൽ ആളുകൾക്കുള്ള ഒരു വെറുപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് പോയത്. കോട്ടക്കലിൽ മത്സരിച്ചപ്പോൾ ആബിദ് ഹുസൈൻ തങ്ങളുടെ ഭൂരിപക്ഷം കുറയ്ക്കാൻ സാധിച്ചതുപോലെ ഈ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് നിന്നാലും മികച്ച മത്സരം കാഴ്ചവെക്കാനാകുമെന്ന് ഉറച്ച പ്രതീക്ഷയുണ്ട്. LDFലെയും UDFലെയും പലരും പിന്തുണ വാഗ്ദാനം ചെയ്തതായും അദ്ദേഹം പറഞ്ഞു. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം കോട്ടക്കൽ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചയാളാണ് NA മുഹമ്മദ് കുട്ടി. NCP പുലർന്ന ശേഷം ദേശീയ തലത്തിൽ NDAയെ പിന്തുണയ്ക്കുന്ന വിഭാഗത്തോടൊപ്പമാണ് NA മുഹമ്മദ് കുട്ടി അടക്കമുള്ളവർ. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നിങ്ങളുടെ വിവാഹാഘോഷങ്ങളെ ബജറ്റിലൊതുക്കാൻ ചാസിയ സിൽക്സ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മംഗൾ വെഡിംഗ് ഫെസ്റ്റ്. ഇനി ചാസിയിൽ നിന്നും പർച്ചേസ് ചെയ്യാം മനസ്സിനിണങ്ങും വിലയിൽ തന്നെ. പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം. ചാസിയ സിൽക്സ്, വളാഞ്ചേരി.